Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. കേരള ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വാഹനങ്ങൾക്കു നേരെ ആക്രമണം. വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ ഹെൽത്ത് കെയർ ജീവനക്കാരും പ്രദേശവാസികളും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ വാഹനങ്ങളിൽ ധാന്യപ്പൊടികൾ വിതറിയും സൂപ്പർ ഗ്ലൂ ഒഴിച്ചും വ്യാജ പാർക്കിംഗ് ടിക്കറ്റുകൾ പതിച്ചുമാണ് പ്രദേശവാസികൾ ഭീതി പരത്തുന്നത്. നോഫോക്കിലെ ഡാവഹാം ബാൽറിക് റോഡിലുള്ള തങ്ങളുടെ തെരുവ് നോവിത്ത് ഹെൽത്ത് കെയറിലെ ജീവനക്കാർ മുഴുവൻ സമയ കാർ പാർക്കിങ്ങിനായി മാറ്റിയതാണ് പ്രദേശവാസികളെ ചൊടിപ്പിച്ചത്. പാർക്കിംഗ് വിലക്കുകൾ ഇല്ലാത്ത റോഡിൽ കാർ നിർത്തിയാൽ രോഷാകുലരാകുന്ന പ്രദേശവാസികൾ പെയിന്റ് ഉൾപ്പെടെയുള്ളവ കൊണ്ടൊഴിച്ച് കേടുവരുത്തുന്നതായി നിരവധി ഹെൽത്ത് കെയർ ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. 12-13 മണിക്കൂറുകൾ ഷിഫ്റ്റുകൾ കയറുന്ന തങ്ങളുടെ കെയർ ജീവനക്കാരുടെ വാഹനങ്ങൾ പതിവായി ആക്രമിക്കപ്പെട്ടതോടെ നോവിക് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ജീവനക്കാർ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ രംഗത്ത് വന്നു. ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങിയ 2 ജോലിക്കാരുടെ കാറുകൾ ധാന്യപ്പൊടി വിതറിയ നിലയിൽ കണ്ടെത്തിയതോടെയാണ് കമ്പനി മാനേജർ ആഡോൺ ബെൽവാഡ് രംഗത്തെത്തിയത്. 12-13 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള ഈ അവസ്ഥ ബുദ്ധിമുട്ടേറിയതാണെന്ന് ആരോൺ പറഞ്ഞു. ആരും നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല, കാറുകൾ വഴി മുടക്കുന്നില്ല, ആകെ 3-4 കാറുകൾ മാത്രമാണുള്ളത്. ദൈർഘ്യമേറിയ മോർഗേജ് എടുക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. ഭവന വിപണിയിൽ കാലെടുത്തു കുത്താൻ ദൈർഘ്യമേറിയ മോർഗേജുകൾ എടുത്ത് ഭവനങ്ങൾ വാങ്ങുന്നവർ തങ്ങളുടെ ജോലി ചെയ്യുവാനുള്ള കാലയളവിന് അപ്പുറത്തേക്ക് നീളുന്ന മോർഗേജുകൾ എടുക്കുന്നവരുടെ എണ്ണം ഏറുന്നുവെന്നാണ് പുതിയ കണക്കുകൾ. കഴിഞ്ഞ 3 വർഷത്തിനിടെ കടമെടുപ്പുകാരുടെ സ്റ്റേറ്റ് പെൻഷൻ പ്രായം കഴിഞ്ഞുള്ള 1 മില്യണിലേറെ മോർഗേജുകളാണ് എടുത്തിട്ടുള്ളതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിരമിക്കൽ കാലയളവ് വരെ നീളുന്ന ഹോം ലോണുകൾ 2021 അവസാനം 31% വർദ്ധിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം അവസാനം ഇത് 42% ഉയർന്നതെന്ന് മുൻ ലിബറൽ ഡെമോക്രാറ്റിക് പെൻഷൻ മന്ത്രി സ്റ്റീവ് വെബ് വിവരാവകാശ രേഖ പ്രകാരം നേടിയ കണക്കുകൾ വ്യക്തമാക്കി. ആദ്യത്തെ മോർഗേജ് എടുക്കുന്ന 30 മുതൽ 39 വരെ പ്രായത്തിലുള്ളവരിൽ 30,943 ഹോം ലോണുകൾ സ്റ്റേറ്റ് പെൻഷൻ പ്രായവും കടന്ന് പോകുന്നവയാണ്. ഇതിൽ 39% 2023 അവസാന 3 മാസങ്ങളിലാണ് അനുവദിച്ചത്. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ ഇടിയുന്നു. ആശങ്കയോടെ യൂണിവേഴ്സിറ്റികൾ. UK പഠിക്കാനായി എത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവ് വന്നതായി യൂണിവേഴ്സിറ്റികൾ. സ്റ്റുഡന്റ് വിസകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായാൽ അത് ബ്രിട്ടനിലെ ക്രിയേറ്റീവ് വ്യവസായങ്ങളിലേക്ക് കഴിവുറ്റ ആളുകളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഗ്രാജുവേറ്റ് വിസ നിബന്ധനകൾ പ്രകാരം അന്താരാഷ്ട്ര ഗ്രാജുവേറ്റുകൾക്ക് 3 വർഷം വരെ UK ജോലി ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഈ അവസരം മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി സമർപ്പിക്കുന്ന റിപ്പോർട്ട് പ്രകാരം റദ്ദാക്കുമെന്നാണ് ആശങ്ക. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇവിടെ തങ്ങുവാനും ജോലി ചെയ്യുവാനും കഴിയുമെന്ന നിയമം ഒഴിവാക്കുന്നത് UK പഠിക്കുവാനുള്ള ആകർഷണീയത ഇല്ലാതാക്കുമെന്നും പ്രതിവർഷം 108 ബില്യൺ പൗണ്ട് വരുമാനമുള്ള മേഖലയെ തകർക്കുമെന്നാണ് രാജ്യത്തെ ക്രിയേറ്റീവ് വ്യവസായങ്ങളെ പ്രതിനിധീകരിക്കുന്ന ക്രിയേറ്റീവ് UK മുന്നറിയിപ്പ്. ഈ വർഷവും ആദ്യം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുമേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ വിദേശത്തു നിന്നും അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുവാൻ കാരണമായിട്ടുണ്ട്. ഗ്രാജുവേറ്റ് വിസയുടെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം പടരുന്നതും എണ്ണം കുറയുവാൻ കാരണമായെന്ന് UK യൂണിവേഴ്സിറ്റികളുടെ സർവേ പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് തള്ളിയത്. ഹർജി തെറ്റിദ്ധരിപ്പിക്കുന്നതും കഴമ്പില്ലാത്തതുമാണെന്നും ഡൽഹി ഹൈക്കോടതി ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞു. വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണെന്നും ജസ്റ്റിസ് സച്ചിൻ ദത്ത പറഞ്ഞു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് കോടതിയിൽ ഹർജി എത്തിയത്. ഏപ്രിൽ 27 ഹിമാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ നടത്തിയ പ്രസംഗവും BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ നടത്തിയ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളെക്കുറിച്ചും ഹർജിയിൽ പറയുന്നുണ്ട്. CBSE പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.60% ജയം. 12ാം ക്ലാസ്സിൽ 87.98% വിജയം. 12ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയശതമാനം 0.65% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം 87.33% ആയിരുന്നു. 99.91 വിജയത്തോടെ തിരുവനന്തപുരം മേഖലയാണ് മുന്നിൽ. 99.04 വിജയത്തോടെ വിജയവാഡ 2ാം സ്ഥാനത്തെത്തി. ചെന്നൈ മേഖലയിൽ 98.47%, ബംഗളൂരുവിൽ 96.95% എന്നിങ്ങനെയാണ് വിജയശതമാന കണക്കുകൾ. പ്രണയപ്പകയിൽ വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ യുവതിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ശ്യാംജിത്തിനാണ് ജീവപര്യന്തം. വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 10 വർഷം തടവ് അനുഭവിക്കുകയും 2 ലക്ഷം രൂപ പിഴ ഒടുക്കുകയും ചെയ്യണം. മാനന്തേരി കളത്തിൽ ഹൌസ് ശ്യാംജിത്ത് IPC 449, 302 വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി
AV മൃദുല കണ്ടെത്തിയിരുന്നു. 2022 ഒക്ടോബർ 22 രാവിലെയാണ് വിഷ്ണുപ്രിയ കൊല്ലപ്പെടുന്നത്. ദിക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. വിഷ്ണുപ്രിയയുടെ സഹോദരിക്കൊപ്പം BCom പഠിച്ചയാളാണ് ശ്യാംജിത്ത്. പരിചയം സൗഹൃദമായി, പിന്നീട് വിഷ്ണുപ്രിയ അടുപ്പം കാണിക്കാത്തതാണ് വിരോധത്തിന് കാരണമായത്. പ്രായം മാനദണ്ഡമാക്കരുത്, രോഹിത്തിന് വേണമെങ്കിൽ 50 വയസ്സുവരെയും കളിക്കാമെന്ന് യുവരാജിന്റെ പിതാവ്. ക്രിക്കറ്റ് താരങ്ങളുടെ കരിയറിൽ വിരമിക്കുന്നതിനായി ഒരു പ്രായം നിശ്ചയിക്കരുതെന്ന ആവശ്യവുമായി മുൻ ഇന്ത്യൻ താരവും യുവരാജ് സിംഗിന്റെ പിതാവുമായ യോഗരാജ് സിംഗ്. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് വിരമിക്കൽ പ്രായം ഒരു മാനദണ്ഡമാക്കരുതെന്ന് യോഗരാജ് ആവശ്യപ്പെട്ടത്. വീരേന്ദ്ര സേവാഗ്, രോഹിത് ശർമ്മ തുടങ്ങിയവർ ഫിറ്റ്നസ് ബാധകമല്ലാത്ത അപൂർവം താരങ്ങളിൽപ്പെട്ടവരാണെന്നും യോഗരാജ് സിംഗ് ചൂണ്ടിക്കാട്ടി. വേണമെങ്കിൽ 50 വയസ്സുവരെ കളത്തിൽ സജീവമായി തുടരാൻ രോഹിത്തിന് സാധിക്കുമെന്നും യോഗരാജ് അഭിപ്രായപ്പെട്ടു. ഈ വർഷത്തെ 2020 ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്ന രോഹിത്തിന് ലോകകപ്പിന് ശേഷം രാജ്യാന്തര T20യിൽ നിന്നും വിരമിക്കുന്നു എന്നൊരു പ്രചാരണമുണ്ട്. 37 വയസ്സുകാരനായ രോഹിത്തിന് അടുത്ത 2020 ലോകകപ്പ് ആകുമ്പോഴേക്കും 39 വയസ്സാകും. ഈ സാഹചര്യത്തിൽ അദ്ദേഹം ലോകകപ്പോടെ തന്നെ കളി നിർത്തുമെന്നാണ് പ്രചാരണം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.77 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.